ജാർഖണ്ഡ് രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് നോക്കാം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചാമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചു. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് നിർദ്ദേശം. ER രാഗേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാഗേഷ്, എന്തായാലും ഈ ഹേമന്ത് സോറന്റെ രാജി അതിനുശേഷം ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നല്ലോ. പ്രത്യേകിച്ചും ചാമ്പൈ സോറനെ മുഖ്യമന്ത്രിയെ ജയം തീരുമാനിച്ചിട്ടും ഗവർണറെ കണ്ടിട്ടും അതിനൊരു ക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ പോയ 24 മണിക്കൂറാണ്. 2 തവണയോ മറ്റോ അദ്ദേഹം ഗവർണറെ പോയി കാണുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി മാത്രമാണ് ക്ഷണം വന്നത്. എങ്ങനെ കാണണം? എന്താണ് സാഹചര്യം? എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ? രഞ്ജിനി, ഒടുവിൽ ജാർഖണ്ഡിൽ സത്യപ്രതിജ്ഞയ്ക്കായി ചാമ്പൈ സോറനെ ക്ഷണിച്ചിരിക്കുകയാണ് ഗവർണർ CP രാധാകൃഷ്ണൻ. കാരണം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ക്ഷണിച്ചുകൊണ്ടുള്ള രാജ്ഭവന്റെ അറിയിപ്പ് ചാമ്പൈ സോറനെ ലഭിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയായി ഇന്ന് ചാമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്യും. കാരണം ബുധനാഴ്ചയാണ് ED കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അതിനുശേഷം 2 തവണ JMM നേതാക്കൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ സർക്കാരിനെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ക്ഷണിക്കാനുള്ള തീരുമാനം മാത്രം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ 43 MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശം വരെ പുറത്തിറക്കി മഹാസഖ്യം. അതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും രാത്രി ഏറെ വൈകി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും 10 ദിവസത്തിനകം തന്നെ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഗവർണർ നൽകിയിട്ടുള്ളത്. കാരണം വലിയ വിമർശനങ്ങൾ, ഗവർണർ ഈ നടപടി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് അടക്കം മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശമനുസരിച്ചാണോ അതോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണോ ഗവർണർ പ്രവർത്തിക്കുന്ന വിമർശനം കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി ഉന്നയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, മല്ലികാർജ്ജുൻ ഖർഗെയും സമാനമായ രീതിയിൽ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ജനാധിപത്യത്തിന് ആണിയടിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വ്യക്തമായ ഭൂരിപക്ഷമുള്ള സർക്കാരാണ് ജാർഖണ്ഡിലേത്. അപ്പോൾ തന്നെ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് ഇത്തരത്തിൽ സർക്കാരിനെ രൂപീകരിക്കാൻ ക്ഷണിക്കാത്ത നടപടി അടക്കമുള്ള വിമർശനം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വലിയ വിമർശനങ്ങൾ തുടരുന്നൊരു ഘട്ടത്തിനിടയിലാണ് ഏതായാലും ഗവർണർ CP രാധാകൃഷ്ണൻ സർക്കാർ രൂപീകരണത്തെ ഏതായാലും ചാമ്പൈ സോറനെ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ ഹേമന്ത് സോറൻ സർക്കാരിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ചാമ്പൈ സോറൻ. 7 തവണ MLA ആയിട്ടുള്ള അദ്ദേഹം JMM-ന്റെ സീനിയർ നേതാക്കളിൽ ഒരാളാണ്. JMM രൂപീകരണത്തിനായി ഷിബു സോറനൊപ്പം അടക്കം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള നേതാവാണ്. ഏതായാലും കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഭാര്യയെ ആദ്യം മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനുള്ള പരിഗണന, അത്തരമൊരു നീക്കങ്ങളൊക്കെ ഹേമന്ത് സോറന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിൽ നിന്ന് തന്നെ അതിന് എതിർപ്പുണ്ടായി. തുടർന്നാണ് വിശ്വസ്തൻ കൂടിയായ ചാമ്പൈ സോറന് നടക്കു വീഴുന്നത്. ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ വെല്ലുവിളി ഈ മഹാസഖ്യത്തിന് മുന്നിലുള്ളത്. 10 ദിവസമാണ് സാവകാശം നൽകിയിരിക്കുന്നത്. ആ 10 ദിവസത്തിനുള്ളിൽ തന്നെ MLA-മാർ മറുകണ്ഠം ചാടാതെ നോക്കുക എന്ന് തന്നെയാണ് JMM-നും ഒപ്പം തന്നെ മഹാസഖ്യത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഇതിനോടകം തന്നെ BJP-യുടെ ഭാഗത്തുനിന്ന് MLA-മാരെ അടർത്തി മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന വിമർശനം മഹാസഖ്യത്തിന്റെ നേതാക്കൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസം MLA-മാരെ മറുകണ്ഠം ചാടാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഏതായാലും മഹാസഖ്യത്തിനുണ്ട്. ഇന്നലെ ഗവർണറുടെ തീരുമാനം വൈകുന്നതിന് തൊട്ടു പിന്നാലെ MLA-മാരെ ഹൈദരാബാദിലേക്ക് മാറ്റാനുള്ള നീക്കം JMM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആ ഫ്ലൈറ്റിന് പുറപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് MLA-മാർ ഇപ്പോൾ റാഞ്ചിയിൽ തന്നെ തുടരുന്നത്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയായി ചാമ്പൈ സോറൻ സത്യപ്രതിജ്ഞയും സ്വാഭാവികമായും ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സമയം 10 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ അത്തരമൊരു നീക്കം, പ്രത്യേകിച്ച് റിസോർട്ടിലേക്ക് അടക്കം മാറ്റാനുള്ള നീക്കവും ഏതായാലും തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാകേഷ്. ഇനിയുള്ള 10 ദിവസം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ MLA-മാരെ മറുകണ്ഠം ചാടിക്കാൻ BJP-യുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നാണ്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചതുമാണ്. എങ്ങനെ കാണണം ആ സാഹചര്യത്തെ? പ്രത്യേകിച്ചും ഇന്നലെ MLA-മാരെയൊക്കെ ഹൈദരാബാദിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്ന അവസാന നിമിഷം ഫ്ലൈറ്റിൽ കയറിയ ശേഷമാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അവരെ ഇറക്കി വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം. ഈ BJP-യുടെ നീക്കം ഫലം കണ്ടില്ല. MLA-മാരെ BJP പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല. അതുകൊണ്ട് ആ ഫലം കാണുമോ എന്നൊരു ആശങ്കയുള്ളത് കൊണ്ടായിരുന്നു ഈ ഗവർണർ ഈ തീരുമാനം ഇത്രയും വൈകിച്ചത് എന്ന രീതിയിലുള്ള ആരോപണവും ഈ JMM ആയാലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളായാലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ.
നിലവിലെ അംഗബലം അനുസരിച്ച് ഏതായാലും സർക്കാർ സുരക്ഷിതമാണ്. കാരണം 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലേത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 41 MLA-മാരുടെ പിന്തുണയാണ്. JMM-ന് മാത്രം 29 MLA-മാരുണ്ട്, കോൺഗ്രസിന് 17 MLA-മാർ, ഒപ്പം തന്നെ RJD-ക്ക് ഒരംഗം. അങ്ങനെ 47 പേരുടെ പിന്തുണയുണ്ട്. ഇതിനു പുറമെ NCP-ക്ക് അംഗമുണ്ട്, CPI-ML-ന് ഒരു അംഗമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെ പിന്തുണയ്ക്ക് ഒരു ആവശ്യഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 49 ഉയരുകയും ചെയ്യും. ഒപ്പം ചില സ്വതന്ത്ര MLA-മാരും സർക്കാരിനെ പിന്തുണച്ചേക്കാം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് പ്രതിസന്ധികളില്ല. പക്ഷേ ഈ ഗവർണറുടെ തീരുമാനം വൈകുന്നതാണ് മറ്റു ചില അഭ്യൂഹങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അതായത് BJP ഇത്തരത്തിൽ സർക്കാരിനെ താഴെയിടാൻ MLA-മാരെ സമീപിക്കുന്നുണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഗവർണർ സ്വാഭാവികമായും 10 ദിവസത്തെ സമയപരിധി ഭൂരിപക്ഷം തെളിയിക്കാൻ നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും MLA-മാരെ റാഞ്ചിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കം തന്നെയായിരിക്കും മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കാരണം ഈ 10 ദിവസത്തിന് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ സ്വാഭാവികമായും സർക്കാർ താഴെ വീഴും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടി അടുത്ത മണിക്കൂറുകളിൽ ഏതായാലും ഉണ്ടാവും. ഒരുപക്ഷെ ചമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് പിന്നാലെ MLA-മാരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ അവരെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. രഞ്ജിനി, രാകേഷ്, ഇതിലിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ JMM. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയത്. അതിനുശേഷം ഇതാ ഇപ്പോൾ വീണ്ടും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇന്ത്യ മുന്നണി ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. BJP ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടൊക്കെ ഇത്തരത്തിൽ ED ഉപയോഗിച്ചും ഗവർണറെ ഉപയോഗിച്ചുമാണ് കേന്ദ്രം നേരിടുന്നത്, അത്തരത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടുമിരിക്കുകയാണ്. അഴിമതി കേസിലാണ് അറസ്റ്റിലാകുന്നതെങ്കിലൊക്കെ കൂടിയും ഏത് രീതിയിലാണ് ഇന്ത്യ മുന്നണി സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മിക്കവാറും 30 ദിവസം അല്ലെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയല്ലേ മുന്നിലുള്ളത്? ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന വിമർശനം തന്നെയാണ് ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ED-യുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഗവർണർ ഇത്തരത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കാതിരുന്ന നടപടിയെയും അവർ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹേമന്ത് സോറന്റെ ഹർജി കൂടി ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. അതായത് ED നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹേമന്ത് സോറൻ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. അതായത് ഹേമന്ത് സോറൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം തന്നെ അറസ്റ്റ് ചെയ്തത് രാജ്ഭവനിൽ വെച്ചതാണ്. മാത്രവുമല്ല ED-യുടെ നടപടി, അത്തരത്തിൽ ഉള്ള നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് പ്രധാനമായും ഹേമന്ത് സോറൻ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല വ്യക്തമായ ഗൂഢാലോചന അടിസ്ഥാനത്തിലാണ് തനിക്കെതിരായ അറസ്റ്റും മറ്റ് കേസും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം മാസങ്ങൾക്ക് കഴിഞ്ഞാൽ ഏതാണ്ട് അടുത്ത മാസത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ED കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്ന വിമർശനം കൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അറസ്റ്റ് നിയമവിരുദ്ധമാണ്. രാജ്ഭവനിൽ വെച്ചാണ് തന്നെ രാജി സമർപ്പിക്കാൻ പോയപ്പോൾ തന്നെ രാജ്ഭവനിൽ വെച്ചാണ് കസ്റ്റഡി എടുത്തത് എന്ന വാദമാണ് ഹേമന്ത് സോറൻ ഉന്നയിക്കുന്നത്. ഏതായാലും ഹർജി ഇന്ന് 10:30 സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് കോടതിയുടെ നീക്കം അല്ലെങ്കിൽ കോടതിയുടെ നടപടി തീരുമാനം എന്ത് തന്നെ ആയാലും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അറസ്റ്റ് എന്ന വാദത്തിൽ തന്നെയായിരിക്കും ഇന്ത്യ മുന്നണി നേതാക്കളും ഹേമന്ത് സോറനും ഉറച്ചു നിൽക്കുക. നേതാക്കളുടെ പ്രതികരണവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതികരണമാണ് മുന്നണി നേതാക്കളുടെ ഭാഗത്തു നിന്നും JMM-ന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി വരുന്ന സാഹചര്യം ഒക്കെയുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം സുപ്രീം കോടതിയിൽ? പ്രത്യേകിച്ചും സ്വാഭാവികമായും ഇന്ത്യ മുന്നണി ആയാലും അല്ലെങ്കിൽ JM ആയാലും ഹേമന്ത് സോറനായാലും കോടതിയിൽ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ രാഷ്ട്രീയമായുള്ള ആക്രമണമാണ് BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും BJP ഇതര സർക്കാരുകളെ താഴെ വീഴ്ത്താനുള്ള നീക്കം BJP എല്ലാ കാലത്തും നടത്തുകയാണ്. അതിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ നീക്കമാണ് ED ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന വാദമായിരിക്കും സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോവുക. ഏത് രീതിയിലായിരിക്കും കോടതിയിൽ നമ്മൾ സാഹചര്യങ്ങളെ കാണേണ്ടത്? എന്ത് പ്രതീക്ഷിക്കണം? സ്വാഭാവികമായും കപിൽ സിബലാണ് ഹേമന്ത് സോറന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഹേമന്ത് സോറൻ നൽകിയിരുന്നു. ഏതായാലും ആ ഹർജി പിൻവലിച്ചുകൊണ്ടാണ് ഇന്നലെ ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഇന്ന് തന്നെ അടിയന്തരമായി പരിഗണിക്കാം. ഇന്നലെ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അടിയന്തരമായി ഇന്ന് തന്നെ പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും
രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം തന്നെയായിരിക്കും കപിൽ സിബൽ ഉന്നയിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ED ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വേട്ടയാടൽ നടത്തുകയാണ്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ ഉദാഹരണങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കും കപിൽ സിബൽ ഇന്ന് ഏതായാലും ഹേമന്ത് സോറിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുക. ഒപ്പം തന്നെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അധികാര പരിധിയിലില്ലാത്തതാണ്. കാരണം രാജ്ഭവനിലിരിക്കെ രാജ്ഭവനിൽ രാജി സമർപ്പിക്കാൻ പോയ ഘട്ടത്തിലാണ് ED ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് തുടങ്ങിയ വാദങ്ങൾ ഈ ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അക്കാര്യം ബോധിപ്പിക്കാൻ തന്നെയായിരിക്കും ഇന്ന് കോടതി നടപടികളിലും സ്വാഭാവികമായും ഹേമന്ത് സോറനും അഭിഭാഷകനും ചെയ്യുക. യെസ്, ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചാംബെ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതും 24 മണിക്കൂറിന് ശേഷമാണ് 2 തവണ ഗവർണറെ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ അംഗീകാരം ചോദിച്ചിട്ടും നൽകാതെ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് അത്തരത്തിലൊരു ക്ഷണം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കൃത്യമായ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന JMM-ഉം ഇന്ത്യ മുന്നണിയും ഒരുപോലെ ആരോപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഹേമന്ത് സോറിന്റെ ഹർജി സുപ്രീം കോടതിയിൽ വരുന്നത്. അതിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.